ബോസിൽ മത്സരിച്ചതോടെയാണ് അനുമോളുടെ കരിയർ മാറി മറിഞ്ഞത്. വിമർശനങ്ങൾക്കിടയിലും മികച്ച പിന്തുണയായിരുന്നു താരത്തിന് ലഭിച്ചിരുന്നത്. ബിഗ് ബോസിൻ്റെ സമ്മാനമായ കാർ ലഭിച്ചില്ലേയെന്ന ചോദ്യം കുറേ വരുന്നുണ്ട്. കാത്തിരിപ്പിനൊടുവിലായി കുടുംബത്തോടൊപ്പമായി വന്ന് വണ്ടി ഏറ്റെടുത്തിരിക്കുകയാണ് അനു. ആ വിശേഷങ്ങളായിരുന്നു പുതിയ വീഡിയോയിൽ പങ്കുവച്ചത്. ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കിയതിന് പിന്നാലെയായി അമ്പലത്തിലേക്ക് പോവുകയായിരുന്നു അനുവും കുടുംബവും. ഗണപതി ക്ഷേത്രത്തിലേക്കായിരുന്നു ആദ്യം പോയത്. കാർ ഗണപതിയുടെ മുന്നിൽ വെച്ചായിരുന്നു ആദ്യ പൂജ എന്നാഗ്രഹിച്ചിരുന്നുവെന്നും അനു പറയുന്നുണ്ട്. എൻ്റെ മാത്രമല്ല നിങ്ങളുടെ കൂടി സപ്പോർട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് ഈയൊരു കാർ കിട്ടിയത്. എന്നെ ഇഷ്ടപ്പെടുകയും പിന്തുണയ്ക്കുകയും എനിക്ക് വോട്ട് ചെയ്യുകയും ചെയ്തവരോട് എന്നും നന്ദിയുണ്ട്. നിരവധി പേരായിരുന്നു വീഡിയോയുടെ താഴെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി എത്തിയത്. എല്ലാവരും എന്നെ കാണുമ്പോൾ ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന് ഇതാണ്: ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരാളെ കൊണ്ടുവരാനാണ് ഞാനിപ്പോൾ പോകുന്നത്. ഞാൻ ആഗ്രഹിച്ചതും ഇഷ്ടപ്പെട്ടിട്ടുള്ളതുമായ ആളാണ്. കുടുംബസമേതമായാണ് ഞങ്ങൾ അവിടേക്ക് പോകുന്നത്. ഇങ്ങനെയൊരു നിമിഷത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും. അതെ, എല്ലാവരും ചോദിച്ച ആ കാര്യം യാഥാർത്ഥ്യമാവുകയാണ്. ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ കാർ എവിടെയെന്ന് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്, നിങ്ങളൊരുപാട് ആഗ്രഹിച്ചതാണ്. ബിഗ് ബോസിൽ നിന്നുള്ളൊരു ഗിഫ്റ്റായിരുന്നു ഇത്. എൻ്റെ കിയയുടെ നമ്പർ തിരിച്ചിട്ടാൽ പുതിയ കാറിൻ്റെ നമ്പറായി. കുറേ ദിവസമായി കാർ വന്നിട്ട്, പക്ഷേ അത് പോയി എടുക്കാനൊരു സമയം കിട്ടിയില്ല. ഞാൻ ഫ്രീ ആകുമ്പോൾ ഇവരെ കിട്ടിയില്ല, ഇവർ ഫ്രീ ആകുമ്പോൾ എന്നെയും. അങ്ങനെയായിരുന്നു ഇതുവരെ. പിന്നെ ഇതിന് നമ്മൾ അങ്ങോട്ട് കുറച്ച് കാശ് അടയ്ക്കാനുണ്ടായിരുന്നു. ഗിഫ്റ്റ് ടാക്സ് നമ്മളൊരു എമൗണ്ട് അടച്ചിട്ടുണ്ട്. 11 ലക്ഷത്തോളം ഇങ്ങനെ അടച്ചിട്ടുണ്ട്. ഈ നമ്പർ കിട്ടാൻ കുറച്ച് പാടുപെട്ടിരുന്നു. ഈയൊരു നമ്പറായിരുന്നു 6633 ഞാൻ ആഗ്രഹിച്ചത്. കിയുടേത് 3366. 2 വണ്ടിയുടെയും നമ്പർ ഏകദേശം ഒരുപോലെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും അത് സാധിച്ചു.